ചെമ്പനിപ്പൂ സീരിയലിൻ്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. വർഷയും രേവതിയും കൂടി ഒന്നു ചേർന്നിട്ട് ചന്ദ്രയ്ക്ക് നല്ല പണി കൊടുക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് വർഷയും രേവതിയും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയും കൂട്ടിയിട്ട് നേരെ ഭാമയുടെ വീട്ടിലേക്കാണ് കേട്ടോ ചന്ദ്ര പോകുന്നത്. ഭാമയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ സ്റ്റുഡൻസ് ഒക്കെ ഓൾറെഡി വന്നതുകൊണ്ട് അവരെടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ചന്ദ്ര വരുന്നത് കാണുമ്പോൾ ഭാമ പറയുന്നുണ്ട്, പിള്ളേരൊക്കെ വന്നിട്ട് കുറേ നേരമായി, അതുകൊണ്ട് ഞാൻ അവരെടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയായിരുന്നു എന്ന്. ചന്ദ്രയും അത് തന്നെയാണ് കേട്ടോ പറയുന്നത്. ഇന്നലെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലാണ് ഉള്ളിൽ ചെന്ന് ഇരിക്കുന്നത്. ചന്ദ്ര വന്നിരിക്കുന്നത് ദേഷ്യത്തിലാണെന്നുള്ള കാര്യം ഭാമയ്ക്ക് വന്നത് കണ്ട ഉടനെ തന്നെ മനസ്സിലാകുന്നുണ്ട്. കൂടെ വന്നിരിക്കുന്ന ശ്രുതിയുടെ അടുത്ത് എന്ത് പറ്റി ചന്ദ്രയ്ക്ക് എന്നുള്ള കാര്യം ഭാമ ചോദിക്കുന്നുണ്ട്. ആന്റി ഭയങ്കര ദേഷ്യത്തിലാണ്, അതാണ് ചോദിച്ചത് എന്താണെന്ന് കാര്യം. ആന്റിയെ ദേഷ്യപ്പെടുത്തുന്നത് ഒരാളാണല്ലോ, രേവതിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവളും ഉണ്ട്, ഇപ്പോ വർഷയും. ഓ, അപ്പൊ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്തോ ചെയ്തിട്ടുണ്ടല്ലേ? അതെ ആന്റി എന്ന് ശ്രുതി പറഞ്ഞത് കേട്ട ഉടനെ തന്നെ ചന്ദ്രയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് ഭാമ ചോദിക്കുന്നുണ്ട്, ചന്ദ്ര നിനക്ക് ജ്യൂസ് വേണോ എന്ന്. എനിക്ക് ഒന്നും വേണ്ട. എന്താട്ടാണ് അവർ രണ്ടുപേരും കൂടി ആടുന്നത്? അല്ല ചന്ദ്ര, നീ പറഞ്ഞു കൊടുത്തതല്ലേ അവർ കളിക്കുന്നത്. ഞാൻ ഇവരെ കുറിച്ചിട്ടല്ല പറഞ്ഞത്, എന്റെ വീട്ടിൽ രണ്ടെണ്ണങ്ങളുണ്ടല്ലോ, അവറ്റുങ്ങളുടെ ആട്ടത്തിനെ കുറിച്ചിട്ടാ പറഞ്ഞത്. ഇവരൊക്കെ എന്നെ കുറിച്ചിട്ട് എന്താ വിചാരിക്കുന്നത്? എന്നെ കണ്ടു കഴിഞ്ഞാൽ കോമാളിയെ പോലെ തോന്നുന്നുണ്ടോ? നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഭാമേ? ഒരു അമ്മായിമ്മയ്ക്ക് മര്യാദ കൊടുക്കണ്ടേ? ആ പൂക്കെട്ട് നമ്മൾ പണ്ടേ എന്നെ മതിക്കാറില്ല. എന്നാ അവളുമായി ചേർന്നിട്ട് ആ വർഷം എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യുന്നതെന്നുള്ള കാര്യം അറിയോ? ശ്രുതിക്ക് മാത്രമേ ആ വീട്ടില് എന്നോട് മര്യാദയുള്ളൂ. കേട്ട ഉടനെ ഭാമ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഞാൻ നോക്കി കണ്ടു കൂട്ടിക്കൊണ്ടുവന്നവളല്ലേ, അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കും. മറ്റു രണ്ടെണ്ണങ്ങളുണ്ടല്ലോ, അവർക്ക് എന്റെ മേല് ഒരു മര്യാദയുമില്ല. രണ്ടെണ്ണത്തിനും ആട്ടം കുറച്ച് കൂടുതലാണ്. എന്തായാലും രണ്ടെണ്ണത്തിനും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നീ എന്താ ചന്ദ്ര ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ഭാമ ചോദിക്കുമ്പോൾ പറയേണ്ടടുത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാം ശരിയാകും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശ്രുതിയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ആരടുത്താണ് ചന്ദ്രൻ നീ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്? നിക്ക് ഭാമേ, ഇപ്പൊ വരും. വരുന്നത് മറ്റാരുമല്ല, മഹിമയാണേ. പറഞ്ഞു തീരുമ്പോഴേക്കും ആള് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മഹിമ വരുമ്പോ തന്നെ ചന്ദ്രയെന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷെ ചന്ദ്ര അത്ര അങ്ങ് മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. ഡാൻസ് ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. ആരംഭത്തിൽ അത്ര സ്റ്റുഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല ഇല്ല, പക്ഷേ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെന്ന് ഭാമ പറയാണ്. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അവിടെ നിന്നിട്ട് ഹായ് ആന്റി എന്ന് പറയുന്നുണ്ട്. ഹായ് ശ്രുതി, എന്താ സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ടേ. ആ ആന്റി സുഖാണ്. ചന്ദ്ര എന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ എൻ്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞത്? അതെ പറയാനുണ്ട്, പറയാം. ആദ്യം നിങ്ങൾ എല്ലാവരും പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഡാൻസ് കളിക്കുന്ന പിള്ളേരെയൊക്കെ പറഞ്ഞു വിടുവാണേ. അവരൊക്കെ പോയിട്ടും ചന്ദ്ര ഇങ്ങനെ മിണ്ടാതെ തന്നെ നിൽക്കുമ്പോൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര നീ എന്താ മിണ്ടാതിരിക്കുന്നത്? പറയാനുള്ളത് നിങ്ങളുടെ മകളെ കുറിച്ച് തന്നെയാണ്. എന്റെ മകളെ കുറിച്ചോ? അതെ, അവളെ കുറിച്ച് തന്നെ. മൂത്തവർക്ക് ബഹുമാനം നൽകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അവളെന്താ സ്കൂൾ പിള്ളേരെ മാതിരിയാണ് കളിക്കുന്നത്. അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആദി ചന്ദ്രേ, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. എന്തിനെ കുറിച്ചാണ് പറയേണ്ടത്? ഞാന് കാര്യം എന്താന്ന് പറഞ്ഞാൽ മാത്രമല്ലേ എനിക്ക് കാര്യം എന്താന്ന് മനസ്സിലാവത്തുള്ളൂ. ചന്ദ്രയ്ക്ക് പറയാൻ തന്നെ മടിയാവുന്നുണ്ട്. പക്ഷേ ശ്രുതിയാണെങ്കിൽ ആന്റിയുടെ ഫോണിൽ പരീക്ഷയുടെ സ്റ്റാറ്റസ് ഒന്ന് നോക്കുമെന്ന് ചോദിക്കുകയാണേ. ആ സ്റ്റാറ്റസ് എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മാവിൽ കുളിച്ച് നിൽക്കുന്ന ചന്ദ്രയെ കണ്ടിട്ട് മഹിമയ്ക്ക് തന്നെ ചിരി വരുന്നുണ്ട്. മഹിമ എന്തായിരിക്കും ചിരിക്കുന്നതെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് എടുത്ത് ഭാമയെ നോക്കുന്നുണ്ടേ. ഭാമയ്ക്കും അത് കണ്ടിട്ട് ചിരി തന്നെയാണ് വരുന്നത്. നിങ്ങളെ മകൾ ഒപ്പിച്ച് പണി കണ്ടില്ലേ? എന്റെ മുഖത്ത് മാവായത് അത് ഫോട്ടോ എടുത്തിട്ട് എന്ത് പണിയാ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? അവള് ചുമ്മാ തമാശക്ക് എന്തെങ്കിലും ചെയ്തതായിരിക്കും എന്ന് മഹിമ പറയുമ്പോഴേക്കും ചന്ദ്രങ്ങ കലിപ്പിലാവുകയാണേ. നാട്ടിലുള്ള എല്ലാവരുടെ മുമ്പിൽ സ്വന്തം അമ്മായിമ്മയെ കോമാളിയെ പോലെ ചിത്രീകരിക്കുന്നതാണോ നിങ്ങളുടെ മകളുടെ കളി? ഇത് മാത്രമല്ല, വേറെ ഒരുപാട് പരിപാടികൾ ഒപ്പിച്ചിട്ടുണ്ട്. ഇല്ല, വർഷ അങ്ങനെ ചെയ്യുന്ന ആളല്ലല്ലോ. പിന്നെ ഞാനെന്താ ചുമ്മാ പറയണമെന്നാണോ നിന്റെ വിചാരം? നിങ്ങൾ വേണമെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ചോദിച്ചു നോക്കൂ. അപ്പോഴേക്കും ശ്രുതി അങ്ങ് ആരംഭിക്കുകയാണ് കേട്ടോ. ആന്റിയെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുത്തിയിട്ടുണ്ട് വർഷ. രാത്രിയില് പ്രേതത്തിന്റെ സൗണ്ട് ഒക്കെ ഇട്ടിട്ട് ആന്റിയെ വല്ലാതെ പേടിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ ആണെന്നുണ്ടെങ്കിൽ എണ്ണ തറയിൽ ഒഴിച്ചിട്ട് ആന്റിയെ വീഴ്ത്തിയിട്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോ ഈ ഫോട്ടോ ഇട്ടിരിക്കുന്നത്. അവള് അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ എന്ന് മഹിമ പറയുമ്പോൾ കൂടെയുള്ള ചേട്ടയുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ലേ നടക്കുള്ളൂ. ആരെ കുറിച്ചാ പറയുന്നതെന്ന് മഹിമ ചോദിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുത്തി എന്റെ വീട്ടിലുണ്ടല്ലോ, ആ പൂ കിട്ടുന്നവള്. ആര്, രേവതിയോ? അതെ, രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്റെ വീട് ഒരു സർക്കസ് കൂടാരം പോലെ മാറ്റിയിരിക്കുകയാണ്. രേവതി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം മഹിമ ചോദിക്കുമ്പോൾ അവളുടെ ബുദ്ധി അങ്ങനെയാണ്, കാരണം അവൾ വന്ന ഇടം അതുപോലെയാണല്ലോ. എന്നാ നിങ്ങൾ വലിയ വീട്ടിലെ ആൾക്കാരല്ലേ? നിങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് പെണ്ണിനെ പറഞ്ഞയക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർക്ക് മര്യാദ കൊടുത്ത് ആ വീടിന്റെ പേര് കാത്തു സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നോ? അവള് ഞങ്ങൾക്ക് ഒരേ ഒരു മകളല്ലേ, അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ അവളെ കുറച്ച് കൊഞ്ചിച്ചിനാണ് ഞങ്ങൾ വളർത്തിയത് എന്ന് കരുതിയിട്ട് സ്വന്തം അമ്മായിമ്മയ്ക്ക് മര്യാദ കൊടുക്കരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചന്ദ്രയ്ക്ക് സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്ന രീതിയിലാണ് ശ്രുതിയും പറയുന്നത്. ആന്റി, വർഷ നല്ല കുട്ടിയാണ്,
കുടുംബത്തിന് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ആളുമാണ്. എന്നാൽ കുറച്ച് നാളായിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആൻറ്റി എന്ത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും അവള് അതൊക്കെ എതിർത്ത് മാത്രമേ സംസാരിക്കത്തുള്ളൂ. എൻ്റെ വീട്ടിലെ മൂത്ത മരുമകളാണ് ശ്രുതി. ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത് ശ്രുതിയാണ്. അവൾ എല്ലാ കാര്യത്തിലും പക്വതയോട് കൂടിയിട്ടാണ് നടക്കുന്നത്. എന്നാൽ നിങ്ങളുടെ മകളോ, എൻ്റെ മകനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകള് വാടാ പോടാ എന്നാ വിളിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് മഹിമ ചോദിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ റൂമില് എന്തിനേറെ പറയണം, അവരുടെ റൂമിൽ തന്നെ എൻ്റെ മകന് അവൾ ഒരു മര്യാദയും കൊടുക്കുന്നില്ല. അവന്റെ മേലിൽ അവൾ കാലെടുത്ത് കയറ്റി വെക്കുന്നു. അവളുടെ കാലിന് അവൾ ചായം പൂശി വീഴുന്നു. എന്റെ മകനെ ഞാൻ എങ്ങനെയൊക്കെ വളർത്തിയെന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? ഇപ്പോ നിങ്ങളുടെ മകളാണെന്നുണ്ടെങ്കിൽ എന്റെ മകനെ വേലക്കാരനെ പോലെയാണ് നടത്തുന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവള് എന്നെ എതിർത്ത് സംസാരിക്കും. മര്യാദ എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം പോലും അവൾക്ക് അറിയില്ല. നിങ്ങളുടെ മകളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. മൂത്തവരെ എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ള കാര്യം കൂടി അവൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് കേട്ട മഹിമ ശ്രുതിയും അതുപോലെ തന്നെ ഭാമി ഒരു നോട്ടം നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ചന്ദ്രയുടെ അടുത്ത് പറയുന്നത്, അത് ചന്ദ്രേ, നിനക്ക് തന്നെ പറഞ്ഞു കൊടുത്തൂടെ? നീ ഇപ്പോ അവളുടെ അമ്മായിമ്മയല്ലേ, നിങ്ങൾക്കും അതിനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടല്ലോ. അത് കേട്ട് ചന്ദ്ര ആകെ ഒന്നും ഇല്ലാതെ ആവുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തിനാ ഇതിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി പോയിട്ട് എന്റെ മര്യാദ വെറുതെ കളയുന്നത്? നിങ്ങളല്ലേ അവളെ പ്രസവിച്ചത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ ചന്ദ്രേ, ഞാൻ മാത്രം എങ്ങനെയാണ് എന്റെ മര്യാദ കെടുത്തി കളയുക? അവൾക്ക് ഞാന് നീ എന്ന് പറയുന്ന വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും അവൾ എന്തായാലും കേൾക്കില്ല. വേണമെന്നുണ്ടെങ്കിൽ ചന്ദ്ര പോയിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് പറയൂ. ചിലപ്പം ശ്രീകാന്ത് പറഞ്ഞ അവൾ കേൾക്കുമായിരിക്കും. എന്നെ കൊണ്ടൊന്നും അവളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ മഹിമ മൊത്തത്തിൽ അങ്ങ് ചന്ദ്രയെ കൈയൊഴിയാണ് കേട്ടോ ചെയ്യുന്നത്. മഹിമയെ എരിപിരി കയറ്റിയിട്ട് വർഷയ്ക്കും അതുപോലെ തന്നെ രേവതിക്കും ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ചന്ദ്ര ഈ പ്ലാനൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷെ അതൊക്കെ പാളിപ്പോയി എന്നുള്ളൊരു തോന്നൽ വരുവാണ് മഹിമയുടെ ഈ സംസാരം കേൾക്കുമ്പോൾ. അതുമാത്രമല്ല, മഹിമ കൂടുതലൊന്നും പറയാതെ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. പുറത്തിറങ്ങിയ മഹിമയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, വീട്ടില് വേറെന്തോ പുതിയ പ്രശ്നം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഊതി വീർപ്പിച്ചു കളഞ്ഞാൽ മാത്രമേ അവിടുന്ന് ശ്രീകാന്തിനെയും അതുപോലെ തന്നെ വർഷയും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കാറിൽ കയറി പോകുന്നത്. എന്നാൽ മഹിമയുടെ പോക്ക് കാണുന്ന സമയത്ത് ചന്ദ്ര വിചാരിക്കുന്നത് എന്റെ പ്ലാൻ ഒക്കെ വെറുതെ ആയി. ചന്ദ്രയുടെ ആ നിപ്പ് കാണുന്ന സമയത്ത് ഭാമ ചോദിക്കുന്നുണ്ട്, നീ ഇന്നെന്തോ തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ അവരെ വിളിച്ചു വരുത്തിയത്? എന്നിട്ട് ഇപ്പൊ എന്തായി? അവരാണെന്നുണ്ടെങ്കിൽ അവരുടെ മകളെടുത്ത് നീ തന്നെ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടാണല്ലോ പോകുന്നത്. ഇത് കേട്ട് ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ പ്രാന്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ചന്ദ്ര വിചാരിച്ച പദ്ധതി അല്ലല്ലോ നടക്കാൻ വേണ്ടി പോകുന്നെന്നുള്ള കാര്യം വിചാരിച്ചിട്ട്. അല്ലെങ്കിലും ഈ പണക്കാര് അഹങ്കാരമുള്ള സാധനങ്ങൾ പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുക? ഇവറ്റിങ്ങൾക്ക് എല്ലാം പണത്തിന്റെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് തുള്ളുവാണ് കേട്ടോ ചന്ദ്ര. ഇവളുടെ വർത്താനം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് അവളുടെ മകളെടുത്ത് സംസാരിക്കുമ്പോൾ അവളെ തന്നെ ചീത്ത വിളിക്കുന്നുള്ള കാര്യം പറയുന്നു. ഈ വർഷയ്ക്കും അതുപോലെ തന്നെ രേവതിക്കും ഇടയിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവരെ വിളിച്ചു വരുത്തിയത്. എന്നാൽ ഇതിലൊക്കെ എനിക്ക് എന്താന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് ആ പെണ്ണുങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഇനി വീണ്ടും വിളിച്ചിട്ട് അവരുമായിട്ട് അടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി പറ്റുമോ? ഇവറ്റിങ്ങളുടെ ഒക്കെ കൊഴുപ്പ് കണ്ടില്ലേ? ചിലപ്പം ചന്ദ്രേ, ഈ പണം കൂടുതലുള്ള വലിയ വലിയ വീട്ടിലെ ആൾക്കാർ ഇങ്ങനെയായിരിക്കും എന്ന് തോന്നുന്നു എന്ന് പറയുകയാണെ. അങ്ങനെയൊന്നുമില്ല. ഇവരെക്കാളും വലിയ പണക്കാരാണ് ശ്രുതിയുടെ വീട്ടുകാര്. അത് കേൾക്കുമ്പോൾ ശ്രുതി ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. എപ്പോഴെങ്കിലും ശ്രുതി അഹങ്കാരത്തോടു കൂടിയോ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ നടന്നിട്ടുണ്ടോ? നമ്മുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ മോശപ്പെട്ട രീതിയിൽ കാണുന്നത്. എന്തായാലും ഇതെല്ലാം ഒരു ദിവസം മാറും. എന്റെ ശ്രുതി വലിയ ബിസിനസ്മാൻ ഒക്കെ ആയിട്ട് മാറും. അന്നേരം ഞാൻ ഈ പറ്റിയങ്ങൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. ഇനിയിപ്പോ ഇവര് വർഷയുടെ അടുത്ത് സംസാരിക്കില്ലെന്ന് ഭാമ ചോദിക്കുമ്പോ, അതാണല്ലോ എൻ്റെ അടുത്ത് തന്നെ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവർ കൈ കഴുകി പോയത്. അവരുടെ വീട്ടിൽ തന്നെ അവർക്ക് ഒതുക്കി നിർത്താൻ വേണ്ടി പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നല്ലോ എന്ന് വിചാരിച്ച് അവർ സന്തോഷമായിട്ട് ഇരിക്കുവാണ്. എല്ലാത്തിനും ശ്രീകാന്തിനെ പറഞ്ഞാൽ മതി, അവൻ തേടി പിടിച്ച് കൊണ്ടുവന്നിരിക്കുന്ന സാധനം കണ്ടില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി അടി കയറിയിട്ട് വർഷയെ മാത്രം കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല ആന്റി, ഇതെല്ലാം രേവതിയും കൂടി ചേർന്നിട്ട് കളിക്കുന്ന കളിയാണ്. അല്ലെങ്കിലും ആ രേവതി കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അവള് വീട്ടിലുള്ളത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അവളെ വിരട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയാണെങ്കിൽ തെളിയുന്നുമില്ലല്ലോ. അങ്ങനെ ആ സംസാരത്തിന്റെ ഇടയിലാണ് കേട്ടോ ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. വിളിച്ചത് അമ്മയുടെ മൊബൈലിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ ആന്റി ഒരു ക്ലയന്റ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മാറി എന്നിട്ടാണ് ശ്രുതി സംസാരിക്കുന്നത്. ഫോൺ എടുത്ത ഉടനെ തന്നെ അമ്മയെ എന്തിനാണ് ഇപ്പൊ വിളിച്ചതെന്ന് വെച്ചിട്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അപ്പുറത്തുനിന്ന് ശബ്ദം കേൾക്കുന്നത് മറ്റൊരാളത് ആയതുകൊണ്ട് തന്നെ ഇത് എന്റെ അമ്മയുടെ നമ്പറിലേന്ന് ചോദിക്കുകയാണേ. അതെ, നിങ്ങളുടെ അമ്മ വിമലയല്ലേ? അമ്മയുടെ നമ്പറിൽ നിന്ന് തന്നെ വിളിക്കുന്നത്. ഞാന് നിങ്ങളുടെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂക്കോസ് കയറ്റാനും ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ വീട്ടിലേക്ക് വരാറില്ലേ, ആ നഴ്സാണ്. അമ്മ പെട്ടെന്ന് മയങ്ങി വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉടനെ തന്നെ വാ. ആ ശരി, ഞാൻ വന്നോളാം. നിങ്ങൾ അമ്മയൊന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണേ. ഫോൺ വെച്ച ഉടനെ തന്നെ ആന്റി ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വേഗം പോകുമ്പോൾ, ശ്രുതി നീ എങ്ങോട്ടാ പോകുന്നത്? എന്റെ മുതുകൊക്കെ ഭയങ്കര വേദന, ഒന്ന് മസാജ് ചെയ്തിട്ട് പോയെന്ന് പറയണേ. അയ്യോ ആന്റി, ഇപ്പൊ എന്തായാലും പറ്റില്ല, എനിക്ക് ഒരു VIP ക്ലയന്റ് ഉണ്ട്, അവരുടെ അടുത്ത് നാളെ വരാൻ വേണ്ടി പറഞ്ഞാൽ പോരെ? അല്ല ആന്റി, അവര് ഒരു തവണ വന്നിട്ട് പാർലർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ പാർലറിന്റെ പരിസരത്തേക്ക് വരില്ല. ആ ചിലപ്പോ ആ ക്ലയന്റ് മഹിമയെ പോലെ ആയിരിക്കും അഹങ്കാരം പിടിച്ചത്. നിന്റെ ജോലി എന്തായാലും ഞാൻ കാരണം മുടങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് പോയിക്കോളാൻ വേണ്ടി പറയണുണ്ട് ചന്ദ്ര. ശ്രുതി പോയി കഴിഞ്ഞതിന് ശേഷം സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ചന്ദ്ര പറയുന്നുണ്ട്. അതിൽ രണ്ടുപേരെ കാണാനില്ല കേട്ടോ. അവർ രണ്ടുപേരും ആണെന്നുണ്ടെങ്കിൽ മേലെ റൂമിലാണുള്ളത്.
രണ്ടുപേരും പോയി കാണോ എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ അവിടെ ഉള്ള എല്ലാവരും. പക്ഷെ ബാഗ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവർ പോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. ചന്ദ്ര രണ്ടുപേരുടെയും പേര് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് രണ്ടുപേരും മുകളിൽ നിന്ന് ഇറങ്ങി വരുവാണ് കേട്ടോ. രണ്ടുപേരും കൂടി മുകളിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു, അതിന് താഴെ സ്ഥലമില്ലായിരുന്നു, അല്ല ടെറസിൽ നല്ല സ്പേസ് ഉള്ളത് കൂടെ ഞങ്ങൾ അവിടുന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. മാസ്റ്ററിന്റെ റിലേഷൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് പോയത്. പക്ഷേ അവരുടെ സംസാരത്തിൽ നിന്ന് ചന്ദ്രയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. നോർമലി ഡാൻസ് കളിക്കാൻ വേണ്ടി പറയുന്നത് പോലെ ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഭാമയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഒരു ചേച്ചിയുടെ കടയിൽ നിന്നുകൊണ്ട് പൂവൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മഹിമ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി അവിടെ നിൽക്കുന്നത് കാണുകയും രേവതിക്ക് അരികിലേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. രേവതിക്ക് അരികിലേക്ക് മഹിമ വരുന്നത് കാണുമ്പോഴേക്കും ആ ആന്റി എങ്ങനെ ഇരിക്കുന്നു, സുഖാണോ എന്ന് ചോദിക്കുകയാണെ. നീയൊക്കെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം അറിയില്ല എന്ന് പറഞ്ഞിട്ട് മഹിമ റോങ് ആയിട്ട് തന്നെയാണ് കേട്ടോ സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ. അവരുടെ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ കൂടെയുള്ള ചേച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ, ആരാ രേവതി ഇത്, ഇവരുടെ സംസാരം ഒട്ടും ശരിയല്ലല്ലോ എന്ന്. അത് വർഷയുടെ അമ്മയാണെന്ന് രേവതി പറയുന്നുണ്ട്. തുടർന്ന് രേവതി തന്നെ ചോദിക്കാൻ കേട്ടോ, ആന്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്താ പറ്റിയത്, എന്റെ മകള് ആ വീട്ടില് സുഖമായിട്ട് ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ, എന്റെ മകളെ മൊത്തത്തില് എന്റെ വീട്ടിലേക്ക് തിരിച്ചയക്കാനാണോ നീ നോക്കുന്നത്, ആന്റി എന്തൊക്കെയാ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വർഷയ്ക്ക് ആ വീട്ടിൽ ചീത്തപ്പേര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുവാണോ നീ, നീ എന്തെല്ലാം പണിയാണ് ഇടി ഒപ്പിക്കുന്നത്, ഞാൻ എന്താ ചെയ്തതെന്ന് രേവതി ചോദിക്കുമ്പോൾ നീ ചുമ്മാ നടിക്കൊന്നും വേണ്ട, ചന്ദ്ര എല്ലാ കാര്യവും പറഞ്ഞു എന്ന് പറയാണേ, നീ വർഷയും കൂടെ കൂട്ടിയിട്ട് എന്തെല്ലാം പണികളാണ് ആ വീട്ടിൽ ഒപ്പിക്കുന്നത്. ഓ, എന്റെ അമ്മായിമ്മ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണേ. അമ്മ ഏത് രീതിയിലായിരിക്കും പറഞ്ഞെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് നോക്ക് ആന്റി, ആരും ആരുടെ ജീവിതം നശിപ്പിക്കാനൊന്നും നോക്കുന്നില്ല. അമ്മ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങളെടുത്ത് പറഞ്ഞതാണ്. ഞാനും വർഷയും ചേച്ചിയും അനിയത്തിയും പോലെയാണ് ജീവിക്കുന്നത് ആ വീട്ടില്. ചേച്ചിയോ, നീ എന്റെ മകൾക്ക് ചേച്ചിയോ, അവളുടെ സ്റ്റാറ്റസിന് ഒരു പൂ കെട്ടുന്ന നീ അവൾക്ക് ചേച്ചിയോ, പൂ കെട്ടുന്നതിന് എന്താ ഇപ്പൊ പ്രശ്നം, ഞങ്ങളും അധ്വാനിച്ച് തന്നെയല്ലേ ജീവിക്കുന്നത്. ഇങ്ങനെ മുള അളന്നിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് എന്റെ മകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നീയും നിന്റെ ഭർത്താവും കൂടി ചേർന്നിട്ട് പണം അടിച്ചു മാറ്റാനല്ലേ നോക്കുന്നത്. അങ്ങനെ മോശപ്പെട്ട രീതിയിലുള്ള ചിന്താഗതിയുള്ള ആൾക്കാരല്ല ഞങ്ങള്. പിന്നെ മോശപ്പെട്ട കാര്യങ്ങളല്ലേ നീയും നിന്റെ ഭർത്താവും കൂടി ചേർന്ന് ചെയ്യുന്നത്. അന്ന് മണ്ഡപത്തിൽ വെച്ചിട്ട് നീ എന്റെ മകളുടെ സ്വർണം എടുത്തതല്ലേ, അന്ന് ഒരു വിധത്തിൽ അത് പറഞ്ഞ് തീരുമാനമാക്കി. അന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ വർഷയുടെ അച്ഛനെ നിന്റെ ഭർത്താവ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ എനിക്ക് നിങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയായിരുന്നു. കാശ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്നും വേറെ വഴി അറിയില്ലേ. നിന്റെ കുടിയനായ ഭർത്താവ് കുടിക്കാൻ വേണ്ടിയിട്ട് എന്താ പണം തികയുന്നില്ലെന്നൊക്കെ ചോദിക്കുകയാണേ. മതി, നിർത്തിക്കോണം, ഇല്ലെങ്കിലോ എന്ന് മഹിമ ചോദിക്കുമ്പോ വായടയ്ക്കാനല്ലേ പറഞ്ഞത്. എന്റെ ഭർത്താവിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ പിന്നെ മനുഷ്യ സ്ത്രീ ആയിരിക്കില്ല. വർഷയുടെ അമ്മയാണെന്ന് കരുതിയിട്ട് ഞാന് മിണ്ടാതിരുന്നെന്ന് കരുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് സംസാരിക്കുകയാണോ. കാശിന് വേണ്ടിയിട്ട് എന്ത് തെമ്മാടത്തിനും ചെയ്യുന്ന ആൾക്കാരല്ല ഞങ്ങള്. പിന്നെ എന്തിനാണ് ചന്ദ്രയുടെ അടുത്ത് എന്റെ മകളെ കുറിച്ചിട്ട് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഞാനെന്ന്. ഇല്ലാതെയാണോ നിന്റെ അമ്മയമ്മ അങ്ങനെ പറയുന്നത്. അവരെന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം സത്യാവോ. പോയിട്ട് വർഷയുടെ അടുത്ത് ചോദിക്ക്, അവള് പറയും ഏതാണ് സത്യം എന്നുള്ള കാര്യം. ഓ, അത്രയ്ക്ക് നീ അവളെ മാറ്റി വെച്ചിട്ടുണ്ടല്ലേ. നീ എന്റെ മകളുടെ ലൈഫ് ചീത്തയാക്കരുത്, എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. കാശിന് വേണ്ടിയിട്ടല്ലേ നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിനക്ക് എത്ര പണം വേണ്ടെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ തരാം. അവളുടെ ജീവിതം നീ നശിപ്പിക്കരുത്. ഇത് കേട്ട രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, ആർക്ക് വേണം നിങ്ങളുടെ പണം, നീ ചുമ്മാ നടിക്കൊന്നും വേണ്ട, അല്ലെങ്കിലും ഇതിനൊക്കെ വർഷയെ പറഞ്ഞാൽ മതി. സ്റ്റാറ്റസ് നോക്കാതെ നിന്റെ കൂടെയൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതേ വീട്ടിൽ തന്നെയല്ലേ ശ്രുതിയും ജീവിക്കുന്നത്. അവളൊരിക്കലും വർഷയെ ഇങ്ങനെ തോണ്ടി വിടുന്നൊന്നുമില്ലല്ലോ. അല്ലെങ്കിലും അവൾ അങ്ങനെ ചെയ്യില്ലല്ലോ. നിന്നെ പോലെ അല്ലല്ലോ, വലിയ വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയല്ലേ. എന്നെ പോലെ അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്തല്ല എന്നാണ്. കാശും പണം ഇരുന്നാൽ മാത്രമാണോ നല്ല കുടുംബം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങള് ആരെയും കബളിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കൊള്ളയടിച്ചിട്ടോ അല്ല ജീവിക്കുന്നത്. നേർമയോട് കൂടിയിട്ട് അധ്വാനിച്ചിട്ടാണ്. കുടുംബത്തെ കുറിച്ച് പറയുന്ന പണിയുണ്ടല്ലോ അതങ്ങ് നിർത്തിക്കോണം. എങ്ങനെ എന്റെ മകളെടുത്ത് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എങ്ങനെയും അവളെ വലയിൽ വീശിയിട്ട് അവളുടെ അടുത്ത് കാശ് വാങ്ങണം, അതല്ലേ. നിനക്കൊന്ന് നേർമയോട് കൂടിയിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ എന്ത് നേർമയില്ലാതെ അധ്വാനിച്ചെന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരു ദിവസം ഒറ്റ നിപ്പിൽ 30 മുളം മുല്ലപ്പൂ ഒക്കെ ഞങ്ങൾ കെട്ടും. എന്താ നിങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമോ. ഒരു ദിവസം ഒന്ന് കെട്ടി നോക്ക്, ഒറ്റ ദിവസം കൊണ്ട് കിടപ്പിലാവും നിങ്ങള്. നീ എന്താടി എന്റെ അടുത്ത് മര്യാദ ഇല്ലാതെ സംസാരിക്കണോ എന്നുള്ള കാര്യം മഹിമ ചോദിക്കുന്ന സമയത്ത് ആദ്യം മര്യാദ നിങ്ങൾ താ. വർഷയുടെ അമ്മയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും നേരം സഹിച്ച് സംസാരിച്ചത്. നിങ്ങളുടെ സ്ഥാനത്തുണ്ടല്ലോ വേറെ ആരെങ്കിലും ആണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് വെച്ചാൽ കൈ കിട്ടുന്നത് വെച്ച് ഞാൻ നിങ്ങളെ അടിച്ചേനെ. ഇത് കേട്ട മഹിമ പറയുന്നുണ്ട്, നിന്റെ അമ്മായിമ്മ പറയുന്നത് പോലെ തന്നെ നീ ഭയങ്കര റൗഡിയാണ്. നിന്റെ അടുത്തൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്ന് എന്നെ പറഞ്ഞാൽ മതി. എന്റെ മകളുടെ ജീവിതം നീ നശിപ്പിക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഹിമ അവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. മഹിമ
ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ചിരിച്ച് കാറിൽ കയറി പോകുന്നത്. ആ പോക്ക് കണ്ടുകൊണ്ടാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വന്ന ഉടനെ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമല്ലോ, മഹിമ എന്തിനാ വന്നത് എന്നുള്ള കാര്യം. രേവതി മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടെയുള്ള ചേച്ചി അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടാവുന്നത് വമ്പൻ ട്വിസ്റ്റ് ആണ്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്